എന്ത് പറ്റി? ഷട്ടിലെന്താ ചോര? എന്ത് പറ്റി പറയടാ. ഡോക്ടർ ജോണിനെ ആരോ കുത്തിക്കൊന്നു. ആരാണെന്ന് എനിക്കറിയില്ല പാപ്പ. പക്ഷെ ഞാനാണെന്നും പറഞ്ഞ വേലക്കാരൻ പോലീസിന് ഫോൺ ചെയ്തു. പഠിച്ചോളി, എന്തൊരു ചതിയാണ്. ഇപ്പൊ ഞാനിവിടെ നിന്ന് അപകടം. ഞാൻ പോകുന്നു. എങ്ങോട്ടെങ്കിലും. അദ്ദേഹത്തെ കൊന്ന ആരെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ പോലീസ് വരും. ഞാനിവിടെ നിൽക്കുന്ന അപകടമാണ് പാപ്പ. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. നീ വാ. ഇതൊരു കൊലക്കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ഖാദർ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. നീ തന്നെ അവനെ രക്ഷിക്കണം. അങ്കിൾ, ഡോക്ടർ ജോൺ എന്റെ ഗുരുനാഥന്. ഞാൻ അങ്കിളിനെ വാപ്പയെ കൊന്നു എന്ന് പറയുന്നത് പോലെയാ ഞാൻ അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചീത്തപ്പേരോടെ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ബഷീർ, സത്യം എന്താണെന്ന് തെളിയിക്കാൻ ഇനി കോടതിയിൽ വെച്ചേ കഴിയൂ. അല്ലാതെ നീ വിചാരിച്ച അവനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലേ? നീ ഒരു ജഡ്ജിയല്ലേ? നമ്മളുണ്ടാക്കിയ പണം മുഴുവൻ എന്നോട് ചെലവാക്കാം. ഒരു ജഡ്ജ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് ഉടനെ പോലീസിനെ വരുത്തി ബഷീറിനെ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മളെന്റെ ചങ്ങാതിയല്ലേടാ? അല്ല, കൂടപ്പിറപ്പാണ്. പക്ഷേ നിയമമെന്ന നാണയത്തിന് ഒരു വശം മാത്രമേ ഉള്ളൂ എന്ന് മൊയ്തു മനസ്സിലാക്കണം. സത്യത്തിന് എത്ര വശമുണ്ടോ മൊയ്തു? നമുക്ക് പഠിപ്പില്ലടാ. പക്ഷേ നിന്റെയൊക്കെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിന് വേണ്ടിയാണെന്നാണ് പുറത്തിന്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്നത്. മൊയ്തുക്ക ഒന്നും സമാധാനപ്പെടെ. കള്ളസാക്ഷികൾ നിയമത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോൾ കൈമറിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് എഴുതുന്നവരാണ് ഇവരൊക്കെ. ശാരദേ, നിങ്ങൾ എത്രയോ കൊലപാതകം ചെയ്ത പ്രതികളെ അവര് കൊല ചെയ്തവരാണെന്ന് അറിഞ്ഞിട്ടും വെറുതെ വിട്ടിട്ടില്ലേ? അത് തെളിവനുസരിച്ചാണ്. ഏത് കേസിനും ശരിയായ തെളിവുകൾ തരാൻ രണ്ട് സാക്ഷികളെ ലോകത്തുള്ളൂ, സൂര്യനും ചന്ദ്രനും. അവരെ കൂട്ടിക്കേറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. നീ സംസാരിക്കരുത്. ജഡ്ജി സാറേ, അവസാനമായിട്ട് നമ്മളൊന്ന് ചോദിക്കണം, ഇവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല. വേണ്ട, ഓന്റെ ഉമ്മ മയ്യത്തായപ്പോ ഓന് വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഇപ്പോ ഓന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണ്. പാപ്പാ, പേടിക്കണ്ട മോനെ, അന്ന് നമ്മൾ പോലീസിന് കൊടുക്കില്ല. You are under arrest. വാപ്പ വിഷമിക്കണ്ട, സത്യം ഒരിക്കലും തോക്കില്ല.
ജഡ്ജിയമ്മാനെ, ആ പോണതെന്റെ മോനല്ല, എന്റെ ജീവനാണ്, എന്റെ ചോരയാണ്. നീ ഓർത്തോ? അമ്മേ, വിയാത്തു, ബഷീറിനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നീ നമ്മളെ വിട്ടു പോയത്. ഓന് വേണ്ടി നമ്മൾ ഇത്രയും കാലം ജീവിച്ചു. പക്ഷേങ്കില് ഇപ്പോ ഓനും നമ്മളെ വിട്ടുപോയി. നമ്മൾ എന്ത് ചെയ്യണം ബിയാത്തു? പറ ബിയാത്തു. മൊയ്തുക്ക, ആ പെങ്ങളാ, എന്റെ ഭർത്താവിന് വേണ്ടി മാപ്പ് ചോദിക്കാൻ. വേണ്ട, പടശോനെ പോലെയാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത്. നമുക്കൊരാപത്ത് വന്നപ്പോ ഓൻ നമ്മളെ കൈവിട്ടുള്ളത്. ബഷീറിനെ പോലീസ് കൊണ്ടുപോയെങ്കിലും ആ സ്ഥാനത്ത് എന്റെ മോൻ രാജനുണ്ടെന്ന് മൊയ്തുക്ക സമാധാനപ്പെടണം. ഓനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഉയിരോടെ ഇരിക്കുന്നത്. പെങ്ങളിപ്പോ നമ്മളെ കാണാൻ ഇവിടെ വന്നു എന്നറിഞ്ഞ ചിലപ്പോ സാരിപ്പെങ്ങളെയും ജഡ്ജി അദ്ദേഹം പടിയിൽ പുറത്താക്കും. മൊയ്തുക്ക, പെങ്ങളിപ്പോ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഡോക്ടർ ജോൺ എവിടെ? ബഷീർ ഡോക്ടർ എവിടെ? ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ബഷീറിനെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ മൊയ്തുവിനേക്കാൾ വേദനിക്കുന്നവനാണ് ഞാൻ. അതെനിക്കറിയാം. പക്ഷെ എന്റെ വേദന മറ്റൊന്നാണ്. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ കൊലപ്പുള്ളിയായി ലോക്കപ്പിൽ കിടക്കുന്നതിനെ കുറിച്ച് അങ്കിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ബഷീർ ആരെയും കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമവും സത്യവും ചിലപ്പോൾ രണ്ട് ധ്രുവങ്ങളിലേ നിൽക്കും. ഒരു ജഡ്ജ് എന്ന നിലയിൽ പലപ്പോഴും ഞാൻ നടുവിൽ നിന്ന് വീർപ്പുമുട്ടാറുണ്ട്. ബഷീറിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ്. അത് മനസ്സിലാക്കാതെയാണ് മൊയ്തു എന്നോട് പരിഭവിച്ചിരിക്കുന്നത്. വാപ്പയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് വാപ്പ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ ക്ഷമിക്കണം. എന്നെ അവന് നല്ലപോലെ അറിയാമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ മനുഷ്യൻ ആവേശം വരുമ്പോൾ മറ്റുള്ളവരുടെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. അങ്കിൾ വിഷമിക്കരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബഷീർ പറയും. ഒന്ന് മാത്രം ചെയ്താൽ മതി. വാപ്പയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം രാജനെയാണ്. അവനെ മാത്രം അങ്കിൾ വിളിച്ചോണ്ട് പോകരുത്. ഇല്ല, വരട്ടെ മതി. മൊയ്തുക,
ചായ ചായ വാപ്പ ചായ ചായ കുടിക്കൂ വാപ്പ ചായ കുടിക്കൂ ചായ കുടിക്കൂ വാപ്പ ചായ കുടിക്കൂ. നമുക്കിനി സമ്പാദ്യമൊന്നും വേണ്ട. ഒരേ ഒരു മോനുള്ളവൻ ലോക്കപ്പിലായി. പക്ഷെങ്കില് നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ പാവങ്ങൾ ചന്തയിലുണ്ട്. അക്കാര്യത്തിൽ മൊയ്തൊക്കെ വിഷമിക്കട്ടെ. പോയെങ്കിലും നീ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉയരോടിരിക്കുന്നത്. ഇനി ചന്തയിലെ എല്ലാ കാര്യങ്ങളും മോൻ തന്നെ നോക്കിക്കോളും. നോക്കിക്കോളാം മൊയ്തൊക്കെ. ഈ മാർക്കറ്റില് മൊയ്തുമല്ല അവന്റെ തന്ത വന്നാലും ഈ ലാസറിന് മുമ്പ് തലമുപ്പില്ല. മോനെ പഠിപ്പിച്ച് കൊമ്പേലെ ഡോക്ടറാക്കിയിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ അകത്ത് കിടന്ന ചികിത്സ. പട്ടികളെ നീയൊക്കെ മൊയ്തുക്കായെ പറ്റി പറയാൻ വേണമെന്നോടാ. നീയൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അലവലാദികൾ. നിനക്ക് ബഷീറിനെ മറക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ മറന്നേക്കണം. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ മകളെ ഒരു ക്രിമിനൽ പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ബഷീറിനെ കുഞ്ഞിനാൾ മുതൽ എനിക്കറിയാം. അദ്ദേഹം ഒരാളിനെ കൊന്നു എന്ന് പറഞ്ഞാൽ പടച്ചവൻ പോലും വിശ്വസിക്കില്ല. നിനക്കെന്തറിയാം? അവനൊരു സീനിയർ ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ജോണിനെ കൊന്നത്. ഒരിക്കലുമില്ല. അവർ തമ്മിലുള്ള സ്നേഹബന്ധം വാപ്പയേക്കാൾ കൂടുതൽ എനിക്കറിയാം. എന്തായാലും ബഷീറും നീയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. ഞാനാണ് പറയുന്നത്. മൊയ്തുക്ക, മൊയ്തുക്കയെ കാണാത്തതുകൊണ്ടാ പൂവും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. സമയം കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂ വാടിപ്പോകും. ബാധിക്കട. സമയം കഴിയുന്നതിന് മുമ്പേ പലതും നമ്മുടെ മുമ്പ് വാടിക്കരിഞ്ഞുപോയി. കൊണ്ടുപോ. പോടാ. നിക്കവിടെ. ഓക്കോ. ആ മൊയ്തുക്കയോ? മൊയ്തുക്ക എന്താ ഇവിടെ നിന്ന് കളഞ്ഞു? അകത്തേക്ക് വരൂ. നമ്മളിനി ഇവിടെ നിൽക്കാവും. അതെന്താ? പറയാണ്ട് എന്നെ ഒന്ന് കറിഞ്ഞൂടി. വാങ്ങിക്കും. ഒന്നിച്ചു വരുന്നവര് എവിടെയെങ്കിലും വെച്ച് പല വഴിക്ക് പിരിയുന്നു പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. ആ ബൈത്തിരിവാണ്. പക്ഷെങ്കിൽ എവിടെ വെച്ച് പിരിഞ്ഞാലും എല്ലാരും നമ്മുടെ കൽപ്പിലുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് വന്നത്. മൊയ്തുക്ക, പെങ്ങൾ വിഷമിക്കരുത്. നമ്മൾ പോകുന്നു.
ചെല്ലമ്മാ ഓടി നമുക്ക് മീൻ കടയിൽ പോയി മീൻ ഒന്ന് എളുപ്പം എണ്ണിയിട. എണ്ണി എണ്ണി ഇങ്ങോട്ട് വരാം. കരുത്ത് കയ്യിലെന്താ വേദന അതും കൂടെ എത്തിയുടെ എന്താ മീനെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇട വേഗം ആട്ടെ. ഒന്ന് എളുപ്പം എളുപ്പം എണ്ണിയിട. എന്താ ഈ കളിച്ചോണ്ടിരിക്കുന്നത്? ഒന്നാണ് നിന്നെ നല്ല ആളാ. ഇന്നലെ ഞാൻ എത്ര നേരം നോക്കിയിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മൊയ്തൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. അതൊക്കെ അറിയാം. പക്ഷേ തമ്മി കാണാതിരിക്കുമ്പോ എനിക്ക് മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം. എടി പെണ്ണെ, നിന്റെ മനസ്സിനെ കുറിച്ച് എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ സഞ്ചി എന്തിനാ? കള്ളു വാങ്ങിക്കാനാണ്? അല്ല, റേഷൻ വാങ്ങിക്കാൻ. ഞാൻ വരട്ടെ. മോളെ 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 ഒരു 2 കുപ്പി കള്ളാച്ചിന് മേടിച്ചു വെച്ചാൽ കള്ള നിൽക്കണേ. മാർക്കറ്റ് രാജൻ മാത്രമല്ല ആളായിട്ടുള്ളത്. എല്ലാത്തിനും വേഗം പറഞ്ഞേക്കടാ. എന്താ ആശാനെ, ഇതിൽ നിന്ന് കാശെടുത്താൽ ലോറി വിടും. ഒന്നുകൂടെ വന്നേ. എന്താടാ? ഒന്നുകൂടെ വന്നേനെ. എവിടാ? എനിക്കറിയില്ല. അവനോട് പോയി പറഞ്ഞ
പറഞ്ഞേക്ക് നാളെ നേരം നടക്കുന്നതിന് മുമ്പ് അവന്റെ കുടൽ ഞാൻ എടുക്കും.